കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവോദരം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 118 സങ്കീർത്തനം, അതിന്റെ 24 വാക്യം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൈവവചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞാനിതിന്റെ ചരിത്രഭാഗത്തേക്കൊന്നും കടക്കാതെ നമ്മുടെ ജീവിത അനുഭവത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇതിന്റെ ചരിത്രഭാഗങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ ദിവസവും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിലയേറിയ ദിവസങ്ങളാണ്. ഹല്ലേലൂയ. ആ ദിവസത്തെ നാം ഒരിക്കലും വ്യർത്ഥമാക്കി നഷ്ടമാക്കി ഈ ലോകത്തിന്റെ പാഴ്വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാതെ നമുക്ക് തന്ന ദിവസത്തിന്റെ ശ്രേഷ്ഠത ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ലോർഡ്. ഞാൻ പ്രാരംഭത്തിനോട് പറയും, എനിക്ക് ഇന്ന് ഒരു യാത്രയുണ്ട്, ഒരു വിവാഹമുണ്ട്. പാല എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ പോകണം, ഗുരുവായൂരിൽ. അതുകൊണ്ട് ദൈവം ഉണ്ടാക്കിയ ദിവസത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയിട്ട് ഞാൻ രാവിലെ പറയുന്ന ബസ് നേരത്തെ പറയും. കാരണം ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം കൊടുക്കണം. അതുകൊണ്ട് നേരത്തെ തന്നെ ഈ മെസ്സേജ് വേണം. അപ്പൊ ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കും. എനിക്ക് ആ ദിവസത്തെ മറന്നു പോകാൻ പറ്റുന്നില്ല. ലോകപ്രകാരമാണ്, കല്യാണമാണ്. പക്ഷെ ആത്മീയമായിട്ട് ചിന്തിക്കുന്നത് ദൈവവചനമാണ്. അപ്പൊ എന്റെ ശുശ്രൂഷയാണ് എനിക്ക് ഏറ്റവും വലുത്. ഞാനത് മനസ്സിലാക്കിക്കൊണ്ടാണ് നേരത്തെ ദൈവത്തിനെ ശുശ്രൂഷിച്ചിട്ട് സന്തോഷത്തോടെ പോകാമല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സമയത്തെ ഒരിക്കൽ പോലും നഷ്ടപ്പെടുത്തി കളയരുത്. രക്തനിശ്ചയം. അപ്പൊ കർത്താവിനെ സ്തുതിക്കുവാൻ ഏതാണ് നല്ല ദിവസം എന്ന് പലരും അന്വേഷിച്ച് നടക്കുക. പല മതങ്ങളും പല ദിവസങ്ങളിൽ, പല രീതികളിൽ, പല സ്വഭാവങ്ങളില്, വ്യത്യസ്തമായ നിലകളിൽ അവരവരുടെ മതചിന്തകൾക്കനുസരിച്ച് അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ക്രൈസ്തവ സമൂഹം ഏത് ദിവസം ദൈവത്തെ ആരാധിക്കണം എന്നോർത്ത് ക്രൈസ്തവ സമൂഹം ചിന്തിക്കുകയാണ്. ചിലർ 7-ാം ദിവസം എന്ന് പറയുന്നത്, 7-ാം ദിവസം ശബത്ത് ദിവസമാണെന്ന് പറയുന്നു. മറ്റു ചിലര് ആഴ്ചയുടെ ആദ്യ ദിവസമാണ് എന്ന് പറയുന്നു. ഹല്ലേലൂയ. അങ്ങനെ ചില ശനിയാഴ്ച ആരാധിക്കുന്നവരുടെ, വെള്ളിയാഴ്ച ആരാധിക്കുന്നവരുടെ. ക്രൈസ്തവ സമൂഹം ആഴ്ചയുടെ ആരംഭത്തിൽ ഞായറാഴ്ച കർത്തൃദിനമായിട്ട് ആചരിക്കുക. അപ്പൊ ക്രിസ്തുവിന്റെ പുനരുത്ഥാന ദിവസമാകുന്നു നല്ല ദിവസം എന്ന് കരുതുന്നവരുണ്ട്. അല്ലേ? അങ്ങനെ വ്യത്യസ്തമായ സമയങ്ങളിലാണ് എല്ലാവരും ദൈവത്തെ സ്തുതിക്കുവാൻ സമയം കണ്ടെത്തുന്നത്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ വയതിൽ വീണ്ടെടുക്കപ്പെട്ട ഒരു മക്കൾക്ക് അല്ലെ ദൈവദാസന് അല്ലേലൂയ, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ദിവസമില്ല. അവർക്കെല്ലാ ദിവസവും ദൈവത്തെ ആരാധിക്കാനുള്ളതാണ്. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽ ദൈവവചനം കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിച്ച സമയം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് അതിരാവിലെ എഴുന്നേറ്റ് പ്രഭാതത്തിൽ നാം ദൈവത്തെ സ്തുതിക്കണം. പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് നിങ്ങൾ പറയണം, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഹല്ലേലൂയ. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കണം. അതിന് ദിവസങ്ങൾ, ആഴ്ചകളോ, ആഴ്ചയുടെ ആരംഭങ്ങളോ, കർത്താവിന്റെ പുനരുത്ഥാന ദിവസമോ, അല്ലെങ്കിൽ സ്തോത്രം ശബത്ത് ദിവസമോ ഒന്നും അല്ല നോക്കേണ്ടത്. എല്ലാ ദിവസവും ആരാധിക്കണം ദൈവത്തെ. എല്ലാ ദിവസവും ദൈവത്തെ മുഴുത്തപ്പെടും. അപ്പം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് എല്ലാം യഹോവയുണ്ടാക്കിയ ദിവസമാണ് ഓരോ ദിനങ്ങൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇത് ദാവീദ് രാജാവ് പറയുമ്പോൾ, ഹല്ലേലൂയ, ദാവീദ് രാജാവിന്റെ ജീവിതത്തിൽ എത്രമാത്രം ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. ദൈവം കൊടുത്ത ദയയെ ഓർത്ത് മരണകരമായ അനുഭവത്തിൽ നിന്ന് തന്നെ വിടുവിച്ച കാര്യങ്ങൾ അല്ലെ ദാവീദ് ഓർത്തു. തന്റെ അപ്പനായിരിക്കുന്ന ഇശായിയുടെ ആടുകളുമായി വനത്തിൽ ആടുകളെ മേയിക്കുന്ന സമയത്ത് പലപ്പോഴും ആടുകളെ പിച്ചു ചിന്താൻ വന്ന സിംഹത്തിന്റെയും കരടിന്റെ മുമ്പിൽ ദാവീദ് അകപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ അപ്പന്റെ ആടുകളെ വിട്ടുകൊടുക്കാതെ, തന്റെ ജീവനെ പോലും നോക്കാതെ ആടുകളെ രക്ഷിച്ച ജീവിത സാഹചര്യങ്ങൾ, ഊരുളിന്റെ അനുഭവങ്ങൾ, മരണനിഴലിൻ താഴ്വരയിലൂടെ ഒക്കെ കടന്നുപോയ സന്ദർഭങ്ങളിൽ ശൗലിനാലുണ്ടായ ഉപദ്രവം ഹേതുവായി തന്റെ മകൻ അബ്ശലോമിനാൽ തനിക്ക് നേരിട്ട ഉപദ്രവം,
തന്റെ മുൻകാല മന്ത്രിയെ അഹീതോഫൽ മുഖാന്തരം, ദോവേഗ് മുഖാന്തരം ശിമയി തന്നെ ശപിച്ചു നടന്ന ഈ സന്ദർഭങ്ങളിലെല്ലാം ദാവീദ് മനസ്സുകൊണ്ട് തളരാതെ, ഹല്ലേലൂയ, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കണമെന്ന് പറഞ്ഞൊരു ദാവീദ് എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അതനുസരിച്ച് പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അതിനെ കണ്ട് നീ ഭയപ്പെട്ട് മാറി നിൽക്കാതെ അവിടെ നീ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നെങ്കിൽ ഒരു കാലത്ത് നീ പരാജയപ്പെട്ടു പോകുകയില്ല. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏത് സാഹചര്യവും നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. അതിനുവേണ്ടി ഒരു സമയം തെരഞ്ഞെടുക്കുകയല്ല ചെയ്യേണ്ടത്. അധികാലത്ത് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കണം. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് തന്റെ മകനെ യാഗം കഴിക്കാൻ മോറിയവല്ലിയിലേക്ക് പോയെന്ന് കാണുന്നുണ്ട്. ദാവീദിന്റെ സംഗീതം പലപ്പോഴും അധികാലത്തെ, ശിഷ്യന്മാർ അധികാലത്തെ, യേശുക്രിസ്തു അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. ദൈവത്തെ സ്തുതിക്കുന്നതിൽ യേശുക്രിസ്തു നമുക്കൊരു മാതൃകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആ പാതകൾ പിന്തുടരണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ ഓരോ ദിവസവും കർത്താവിന്റെ സൃഷ്ടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഓരോ ദിവസവും കർത്താവിന്റെ സൃഷ്ടിയാകുന്നവയെല്ലാം ആമേലൂയ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുക. ഹല്ലേലൂയ. സാത്താൻ നമുക്ക് ഒരുപാട് പ്രേരണ തരും. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്നതിനകത്ത്, ദൈവത്തെ സ്തുതിക്കുന്നതിനകത്ത് നമ്മുടെ ഉള്ളിൽ മടുപ്പുളവാക്കാൻ വേണ്ടി പലപ്പോഴും നമ്മെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. എന്തിനേറെ പറയുന്ന, ഹല്ലേലൂയ, ഈ ആഴ്ചയിൽ ഒരു ദിവസമാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത് ചിന്തിച്ചു പോകുന്നവരാണ് ഏറ്റവും കൂടുതൽ. ഒന്നുകിൽ ശബത്ത് ദിവസം, അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം. ഇത് രണ്ടുമാണ് മനുഷ്യന്റെ ചിന്തയിൽ. എന്നാൽ ദൈവവചനം പറയുന്നത് ശബത്ത് ദിവസങ്ങളിലോ അല്ല പ്രത്യേകമായ ഒരു ദിവസം തെരഞ്ഞെടുത്തു ആഴ്ചയുടെ ആരംഭഘട്ടത്തിലും മാത്രമല്ല ദൈവത്തെ സ്തുതിക്കേണ്ടത്. ദൈവം നമുക്ക് നൽകുന്ന എല്ലാ പ്രഭാതത്തിലും ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രഭാതവും ആരാധനയ്ക്ക് അനുഭവമുള്ളതാണ്. ഹല്ലേലൂയ. ഒരു ദിവസം നമുക്ക് പ്രത്യേകതയില്ല. ആഴ്ചയിൽ 7 ദിവസം നമുക്ക് തരുന്നുണ്ട്. ആ 7 ദിവസത്തിനും പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. അതിനകത്തും പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയില്ല. അപ്പൊ എല്ലാ ദിവസത്തിനും പ്രത്യേകത മനസ്സിലാക്കി നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അപ്പൊ ഏത് ദിവസമാണ് കർത്താവിന്റെ സ്തുതിക്കേണ്ടത് എന്നോർത്ത് പലരും ഹൃദയത്തിനകത്ത് വെമ്പൽ കൊള്ളുകയാണ്. ഹല്ലേലൂയ. ചിലർ ആണ്ടിൽ ഒരിക്കൽ മാത്രമേ പള്ളിയിൽ പോകത്തുള്ളൂ. ചിലർ ആണ്ടിൽ ഒരിക്കലേ കുമ്പസാരിക്കത്തുള്ളൂ. ചിലര് പള്ളിയിലേ പോകത്തില്ല. അങ്ങനൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല. കത്തോലിക്കലായിരുന്നു എനിക്കും അറിയാം. പിന്നെ ചിലരെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് പള്ളി 3 തവണ പോയാൽ മതി. 1 മാമോദീസ മുക്കാൻ, 2 അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ, 3 അവിടെ അടക്കപ്പെടണമല്ലോ. അങ്ങനെ 3 പ്രാവശ്യം പോയാൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന ബിരുദന്മാരുമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരോടൊക്കെ ഞാൻ പറയട്ടെ, നിങ്ങൾക്കിടെ അവസാനം എന്തായിരിക്കും? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, 3 പ്രാവശ്യം കൊണ്ട് പള്ളിയിൽ പോക്ക്, ആരാധനയ്ക്കുള്ള പോക്ക്, ദൈവത്തെ സ്തുതിക്കുന്നതും ആ ചിന്തകൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കണം. നിനക്ക് തന്നിരിക്കുന്ന 365 ദിവസവും ദൈവത്തെ സ്തുതിക്കാനുള്ളതാണ്. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യൻ ചില ചിന്താഗതികളുണ്ട്. അപ്പം ആരുടെ ഹൃദയത്തിൽ ഇത് പ്രിയ കർത്താവ് എനിക്ക് വേണ്ടി സൃഷ്ടിച്ച ദിവസമാണ് എന്ന വിശ്വാസം ഇരിക്കുന്നുവോ അവൻ കർത്താവിനെ സ്തുതിക്കും. അവർക്ക് കാരണം ഇത് കർത്താവ് സൃഷ്ടിച്ച ദിവസമാണ്, ഇത് കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടി എനിക്ക് സൃഷ്ടിച്ച ദിവസം, ഈ പ്രഭാതത്തിൽ കണ്ണു ചിമ്മി എഴുന്നേൽപ്പാൻ എന്നെ അനുവദിച്ച ദൈവമാണ്. ആ ഒരു വിശ്വാസമാണ് നമ്മളെ ദൈവത്തെ സ്തുതിക്കാൻ ഇടയാക്കുന്നത്. അപ്പം വിശ്വാസം നമ്മുടെ ഉള്ളിൽ വേണം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11 അല്ലെങ്കിൽ 1 വായിക്കുമ്പോൾ വിശ്വാസം എന്നതും ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകും. ഈ വിശ്വാസം നമ്മുടെ ഉള്ളിൽ നിറയണം. ഹല്ലേലൂയ. അപ്പം വിശ്വാസം എന്നത് ആശിക്കുന്നത്, നമ്മുടെ കർത്താവിനെ നമ്മൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ വിശ്വാസമാണ്. നമ്മൾ വായിക്കുന്ന വചനത്തിലൂടെയാണ്, നമ്മൾ കേൾക്കുന്ന മെസ്സേജിലൂടെ നമ്മൾ യേശുവിനെ കാണുന്നത്. നമ്മുടെ കൺമുമ്പിൽ നമുക്ക് യേശുവിനെ നിരത്തി വെക്കുവാൻ, യേശുവിന്റെ രൂപം വെക്കുവാനൊന്നുമില്ല. വിശ്വാസത്താൽ. കാരണം യേശുക്രിസ്തുവിന്റെ പടം ലോകത്തിന് അനവധിയുണ്ട്. പക്ഷെ യേശുക്രിസ്തുവിന്റെ പടം എന്ന് പറഞ്ഞാൽ വെളിപ്പാട് ദിവസം 1-ാം അധ്യായം വായിച്ചിട്ട് അവിടെയാണ് യേശുവിന്റെ പടം വരയ്ക്കേണ്ടത്. അവിടെ വരയ്ക്കാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ കാണണം. ഹൃദയമുണ്ട്. വിശ്വാസം എന്നതും ആശിക്കുന്ന ഉറപ്പ്. ഇത് നമ്മൾ യേശുവിനെ കണ്ടിട്ടില്ല, ഇനി നമ്മൾ യേശുവിനെ കാണാൻ പോവുകയാണ്.
അപ്പോൾ വിശ്വാസം ആശിക്കുന്നതിലൂടെ കാണാത്ത കാര്യങ്ങൾ നിശ്ചയം. നമ്മൾ യേശുവിനെ കണ്ടില്ല, കാണാത്ത കാര്യം. ആ ഒരു നിശ്ചയദാർഢ്യത്തോടെ ഹൃദയവിശ്വാസത്തിൽ, ഹൃദയത്തിനകത്ത് വിശ്വാസം എന്ന ആ ഉറപ്പോട് പ്രാപിച്ച് നാം ദൈവത്തെ എല്ലാ ദിവസവും മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. രോഗങ്ങൾ വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, കടക്കനി വരുമ്പോൾ, ജീവിതത്തിൽ നിരാശ വരുമ്പോൾ, ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കാരണം പറ്റാതെ കാലുകൾ ഇടറുമ്പോൾ ഒക്കെ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നില്ലേ? അപ്പോഴൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ ഓടി എത്തുമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രഭാതത്തിൽ നീ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കണം. അല്ലേ? പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവമുഖം കാണണം. ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കണം. അല്ലെ? ഒരു ദൈവവചനം വായിച്ച് ധ്യാനിക്കണം. അന്നത്തെ ദിവസത്തിന് വീണ്ടുന്ന കൃപ പ്രാപിക്കണം. കോവിഡ് ന്യായപ്രമാണത്തെ സന്തോഷിക്കണം. രാവുകൾ ധ്യാനിക്കണം. നമ്മൾ ഭാഗ്യ പദവിയിലേക്ക് എത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതയാത്ര ശുഭകരമായി മാറിയുള്ളൂ. ലേലിയ പലരും പരാജയപ്പെടുന്നതിന്റെ മുന്നിലെ കാരണം ദൈവമായിട്ട് ബന്ധമില്ല. കർത്താവിനെ സ്തുതിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, ആരാധിക്കാൻ സമയമില്ല, ദൈവവചനം വായിക്കാൻ സമയമില്ല. തിരക്ക്. അല്ലേലി ഭയങ്കര തിരക്കൊഴിഞ്ഞിട്ട് മനുഷ്യന് ഇരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ പ്രാർത്ഥിക്കാൻ മനുഷ്യന് സമയമില്ല. അങ്ങനെയല്ല. ജീവിതത്തിന് ഏറ്റവും പ്രാധാന്യം കർത്താവിന്. ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നിങ്ങൾ കർത്താവിന് കൊടുക്കണം. പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും കൊടുക്കണം. അങ്ങനെ കൊടുത്ത് നിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ നീ ഒരു കാലത്തും, ഒരു സാഹചര്യത്തിലും, ഒരു മേഖലയിലും നീ പരാജയപ്പെടത്തില്ല. കാരണം എല്ലാത്തിനും കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. അതുകൊണ്ട് വിശ്വാസത്തോടെ നിങ്ങൾ കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം 7-ാം ദിവസത്തെ ആരാധന ദിവസമായി മുൻകൂട്ടി കുറിച്ച് ഹല്ലേലൂയ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഹല്ലേലൂയ കല്ലുപോലെയുള്ള ഹൃദയങ്ങളെ മെഴുകുപോലെയാക്കി. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയമൊക്കെ കല്ലുപോലെ ഇരുന്നതാണ്. ആ ഹൃദയത്തെ മെഴുകുപോലെയാക്കിയിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയത്തിന്റെ വില മനസ്സിലാക്കണം. ഇതുവരെ നമ്മൾ അല്ലെങ്കിൽ യെഹെസ്കേലിന്റെ പുസ്തകം 11-ാം അധ്യായം എൻ്റെ 19-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവർ എന്റെ ചട്ടങ്ങളിൽ നടന്ന എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. ഹല്ലേലൂയ. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായിരിക്കും എന്ന് ദൈവവചനം പറയുക. അപ്പൊ നമ്മുടെ കല്ലുപോലെ ഉണ്ടായിരുന്ന ഹൃദയം, അപ്പൊ മനുഷ്യന്റെ ഹൃദയം പലപ്പോഴും കല്ലുപോലെയാ. അല്ലേ? എന്ന് പറഞ്ഞാൽ ആ കല്ലുപോലെ കഠിനമാകുന്നതുകൊണ്ടാണ് അവൻ ദൈവത്തിന് കൊടുക്കേണ്ട സ്തുതി കൊടുക്കാതെ, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന കൊടുക്കാതെ, പ്രാർത്ഥന മുടക്കി ദൈവത്തെ സന്തോഷിച്ച് ആനന്ദിക്കേണ്ട സമയങ്ങളൊക്കെ മാറ്റിക്കളയുന്നത്, തിരക്കിട്ട് അല്ലെങ്കിൽ ജോലി പറഞ്ഞ് പോകുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാ? നമ്മുടെ കല്ലായ ഹൃദയമാണ്. കല്ലായ ഹൃദയം ഉള്ളതുകൊണ്ടാണ് ചിലർ ചെയ്യുന്നത് സഭായോഗത്തെ ഉപേക്ഷിക്കുന്നത്. കല്ലായ ഞായറാഴ്ച രാവിലെ കല്ലുപോലെ ഹൃദയമാകും. ഞാൻ ഇന്ന് പോകുന്നില്ല, ഇന്ന് സഭായോഗത്തിന് പോകണ്ട, മഴയാണ്, തണുപ്പാണ്, കുളിരാണ് എന്നൊക്കെ പറഞ്ഞ് സഭായോഗത്തെ മുടക്കുന്നത്. കല്യാണത്തിന് പോവുക, അതുപോലെ കയറി താമസത്തിന് പോവുക, അല്ലേ? ആ ടൂർ പോവുക, അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. ആരാധനയുടെ ടൂർ പോയവരൊക്കെ ഉണ്ട്, അല്ലേ? കല്ല് പോലെയുള്ള ഹൃദയം നിനക്ക് വന്നു കഴിഞ്ഞാൽ നീ ഇതല്ല ഇതിനെക്കൊട്ട് അപ്പുറം ചെയ്യും. ഹല്ലേലൂയ. മനുഷ്യൻ പാപത്തിൽ മരിച്ച് പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ പഴയ നിയമ യാഗങ്ങൾക്കും മൃഗങ്ങൾ കൊണ്ട യാഗങ്ങൾ കൊണ്ടോ അതിനെ വഴിപാട് കഴിച്ചത് കൊണ്ടോ അതിന്റെ രക്തം കൊണ്ടോ അതിന്റെ ഭസ്മം കൊണ്ടോ ഒന്നും മനുഷ്യന് ശുദ്ധി വരികയില്ല എന്ന് നമ്മൾ എബ്രായ ലേഖനം വായിക്കുന്നുണ്ട്. അങ്ങനെ മനുഷ്യന്റെ കല്ലുപോലെയുള്ള ഹൃദയം കൊണ്ട് ചെയ്തു കൂട്ടിയ പാപത്തിന് പരിഹാരമായി പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തു ഭൂമി വന്ന് 33 വയസ്സ് ജീവിച്ചതിന്റെ 3.5 വർഷത്തെ പരിശുശ്രൂഷ സമയത്ത് യേശു അനുഭവിച്ച കഷ്ടതകളും പീഡകളും ഉപദ്രവങ്ങളും അവസാന ക്രൂശ് മരണം വരെ. ഹല്ലേലൂയ. അവിടെ നിന്ന് യേശുവിന്റെ ഹൃദയം കല്ലായിരുന്നില്ല. ഹല്ലേലൂയ. അവൻ പുരുഷാരത്തെ ഇടയില്ലാത്ത ആടുകളെ പോലെ കണ്ടിട്ട് അവരെ ചിന്നിയരും കുഴഞ്ഞരുമായിട്ട് കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സറിഞ്ഞു നമ്മൾ മത്തായി 9 വായിക്കും. 36 വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം കർത്താവ് മനസ്സരിവുള്ളവനായിരുന്നു.
ശരിയ. അപ്പൊ നമ്മളൊക്കെ കല്ലുപോലെയുള്ള ഹൃദയമുള്ളത് കൊണ്ടാണ് നമുക്ക് മനസ്സിലും ദയയും സൗമ്യതയും താഴ്മയും ഒക്കെ നഷ്ടപ്പെട്ടു പോയത്. ലേരിയ. അതുകൊണ്ട് എസ്കേൽ പ്രവാചകരുടെ ദൈവം പറയുകയാണ്, കല്ലുപോലെയുള്ള ഹൃദയത്തെ നീക്കി ലേരിയ നമുക്ക് പുതിയൊരു ഹൃദയം നൽകും. മാത്രമല്ല പരിശുദ്ധാത്മാവിനെ നമുക്കുള്ളിൽ പുതിയ ഹൃദയത്തെ നൽകും. അല്ലേരിയ. അപ്പൊ നമ്മുടെ കല്ലുപോലുള്ള ഹൃദയത്തെ നീക്കി കളഞ്ഞിട്ടാണ് പരിശുദ്ധാത്മാവിനെ പുതിയ ഹൃദയത്തിലേക്ക് തന്നത്. അതാണ് പെന്തക്കോസ്താനിൽ നമ്മൾ കണ്ടത്. കാരണം യേശുവിന്റെ അമ്മയടക്കം ശിഷ്യന്മാരടക്കം 120 പേർ ഒന്നിച്ച് അവർ പാർത്ത മാളികമുറിയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പം മുൻകാലത്ത് അവരുടെ കല്ലുപോലെയുള്ള ഹൃദയത്തെ ദൈവം മാറ്റി മാംസളമായുള്ള ഹൃദയം കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആത്മാവിൽ സ്തുതിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. അവർ പറഞ്ഞു, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ചാനെത്തിക്കാം. പുസ്തകം 2 വായിക്കുന്നില്ലേ? അത് കൂടിയിരുന്ന സ്ഥലം കുരുങ്ങി. അല്ലെങ്കിൽ അജാല പോലെ പ്രബന്ധിക്കുന്ന നാവുകൾ അവരോരുത്തരുടെ പേരും പതിഞ്ഞു. പരിശുദ്ധാത്മാവ് അവർക്ക് നൽകിയ പോലെ അവർ അന്യഭാഷ പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചു തുടങ്ങി, അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. അവർ പറഞ്ഞു കാണും, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കണം. ഈ അനുഭവമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് പെന്തക്കോസ്ത് നാളിന്റെ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകണം. പെന്തക്കോസ്തുകാരനായിട്ട് കാര്യമില്ല, പെന്തക്കോസ്ത് നാളിന്റെ അനുഭവം. അല്ലേരിയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പെന്തക്കോസ്തുകാരുണ്ട്. അല്ലേരിയ. മാത്രമല്ല ഒരുപാട് ക്രൈസ്തവരുണ്ട്. അല്ലേരിയ. ക്രൈസ്തവനായതുകൊണ്ട് ഒരു പെന്തക്കോസ്തുകാരനായതുകൊണ്ട് ഒരു ദൈവവിശ്വാസിയാകണമെന്നില്ല. അല്ലേലിയ. അവന്റെ കല്ലുപോലെയുള്ള ഹൃദയത്തെ നീക്കി മാംസളമായുള്ള ഹൃദയം ദൈവം നമുക്ക് തരുമ്പോൾ ആ പുതിയ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ് ആ കല്ലുപോലെയുള്ള ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് വന്ന് നമ്മൾ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോഴാണ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുള്ളൂ. അത് ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തണം. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് ഒരു അനുഭവമാണെന്ന് പറയുന്നത്. അല്ലേലിയ. പലരും പെന്തക്കോസ്ത് ക്രൈസ്തവ ജീവിതം അഭിനയിക്കുക. അല്ലേലിയ. ക്രൈസ്തവ ജീവിതം പലരും അഭിനയിക്കുക. പെന്തക്കോസ്ത് ജീവിതം പലരും അഭിനയിക്കുക. അഭിനയമല്ല ശ്രോതാവ്, ഇത് അനുഭവമാണ്. അല്ലേലിയ. പെന്തക്കോസ്തിന്റെ അനുഭവം ഉള്ളവൻ ഒരിക്കൽ പോലും ആരാധന മുടക്കത്തില്ല, ഒരു സഭായോഗത്തെ പോലും മുടക്കത്തില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും സഭായോഗം മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് അതിനൊക്കെ കാരണം വേണം. അല്ലേരിയ. ഒന്നിൽ നിങ്ങളുടെ ഒരു ഉടവരെ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ആരെങ്കിലും മരിച്ച് പോയിട്ടുണ്ടെങ്കിൽ, അഥവാ നിങ്ങളുടെ ഏതെങ്കിലും പ്രത്യേകമായി അത് രോഗശൈലി നിങ്ങളാണെങ്കിൽ എങ്കിൽ മാത്രമേ നിങ്ങൾ ആരാധന മുടക്കാവുള്ളൂ. അല്ലേരിയ. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരാധന മുടക്കിയിട്ടുള്ള 2 പ്രാവശ്യമേ ഉള്ളൂ. ആ 2 പ്രത്യേകമായി കാരണങ്ങളാണ്. ആരാധന മുടക്കിയ സമായോഗത്തെ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് പോയത്. ഒന്ന്, എനിക്കൊരു അത്യാവശ്യ കാര്യം അതിനുവേണ്ടി നിങ്ങളോട് പറയുമ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ദിവസം എൻ്റെ ശുശ്രൂഷ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഒരു ദിവസം പോയി. രണ്ടാമതെന്ന് പറയുന്നത് ഞാനൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നപ്പോൾ ഒരു സൺഡേയിലേക്ക് ആരും നടത്താൻ പറ്റാതെ വന്നു. പക്ഷെ എൻ്റെ വിശ്വാസികളെന്നെ ഞാൻ കിടന്ന ആശുപത്രിയിൽ വന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. അല്ലേരിയ. അപ്പൊ അങ്ങനെ 2 എൻ്റെ ജീവിതത്തിൽ 25 വർഷത്തിനിടയിലുള്ളതെന്ന് എൻ്റെ ചിന്തയെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, യഹോവയുണ്ടാക്കിയ ദിവസത്തിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. ലേരിയ. ആ പെന്തക്കോസ്ത് നാളിൽ ദൈവം തന്ന അഭിഷേകത്തെ നമ്മൾ തിരിച്ചറിയണം. അഭിഷേകമുള്ളവനെ അനുഭവം എന്താണെന്ന് അറിയത്തുള്ളൂ. അല്ലേ? അഭിഷേകമില്ലാത്തവൻ അഭിനയിക്കും. അല്ലേരിയ. ഇന്ന് സഭയിലൊക്കെ പലരും അഭിനയിക്കുക. കാരണം അഭിഷേകമില്ലാത്തതുകൊണ്ട് അഭിനയമാണ് നടക്കുന്നത്. അഭിഷേകമുള്ളവൻ എന്ത് ചെയ്യും? അനുഭവത്തിലൂടെ ആരാധിക്കും. നിങ്ങൾ ഏത് കൂട്ടത്തിൽപ്പെടുന്നവരാണ്? അതുകൊണ്ട് ഇന്ന പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്ന് സംഗീതനക്കാരൻ പറഞ്ഞതുപോലെ നാം ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്കുക. കഴിഞ്ഞ രാത്രി നീ കിടന്നുറങ്ങി. അല്ലേലിയ. ഈ പ്രഭാതത്തിൽ കണ്ണു ചിമ്മി എഴുന്നേൽപ്പാൻ കൃപ തന്നില്ലേ? അല്ലേലിയ. പലരും ഈ പ്രഭാതത്തിൽ എഴുന്നേൽപ്പാൻ കഴിയാതെ പോയി. പലരും കഴിഞ്ഞ രാത്രി തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ളവരുണ്ട്. പലരും ഭവനത്തിൽ കിടന്നുറങ്ങാൻ കഴിയാതെ സമനില തെറ്റി, അല്ലേലിയ, മദ്യവും മയക്കുമരുന്നും ലഹരിക്കും അടിമപ്പെട്ട് ആരാധനയും പ്രാർത്ഥനയും സ്തുതി സ്തോത്രങ്ങളോ ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന അനവധി ആളുകളുണ്ട്.
അല്ലേലൂയ. ഇതിന്റെയൊക്കെ നടുവിലാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ നാം ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വങ്ങൾ നമ്മൾ കൊടുക്കണം. പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ നൽകുന്നത് കൊണ്ട് നാം സകല ദിവസത്തെയും ശ്രേഷ്ഠമെന്ന് എണ്ണിയിട്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും സ്തുതിയുടെ ആനന്ദ ദിവസമായി തീരണം. ഓരോ ദിവസവും സ്തുതിയുടെ ആനന്ദ ദിവസമായി മാറണം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുടെ സഹോദരങ്ങളെ പറയട്ടെ, തിരക്ക് മാറ്റി വെച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. അപ്പം ദൈവം നിന്റെ എല്ലാ കാര്യങ്ങളും നടത്തി തരും. രക്തം ചെയ്യും. നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്താൻ ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. നമ്മളെ വലം കൈ പിടിച്ച് നടത്തുന്നവനാണ് നമ്മുടെ ദൈവം. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിക്കുന്ന, നാം സ്തുതിക്കുവാനായി ജനിച്ചവരാണ്, സ്തുതിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ്. ഇഹത്തിലും സ്വർഗത്തിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കർത്താവിനെ പാടി സ്തുതിക്കണം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി, ദൈവത്തെ പാടി ആരാധിക്കാൻ വേണ്ടി, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ഈ അവസരങ്ങൾ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും നാം കൊടുക്കേണ്ട മാഹാത്മ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. ഈ ലോകത്തിന്റെ കളിവാക്കുകളും പൊട്ടച്ചൊല്ലുകളും ചീത്തത്തരങ്ങളും പറഞ്ഞ് പട്ടണത്തിന്റെ മൂലയിൽ പോയിരുന്ന്, അടുത്ത ഭവനങ്ങളിൽ പോയിരുന്ന് നുണയും കുതിയൊക്കെ പറയാതെ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ 1 പത്രോസ് 2-ാം 1 വാക്യം വായിച്ചേക്കണം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ഹല്ലേലൂയ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ വാഞ്ചിക്കുന്ന ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവസാന്നിധ്യം നിറയണം. രക്തം ചെയ്യും. അപ്പൊ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും നുണയും 5 കാര്യങ്ങൾ പത്രോസ്, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നീക്കിക്കളയണം. ഇതെല്ലാം ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ ഹൃദയം കല്ല് പോലെയായി മാറും. നമ്മൾ പലരും പറയല്ലേ, അവന്റെ ഹൃദയം കഠിനമാണ്, അവളുടെ ഹൃദയം കഠിനപ്പെട്ടു, അവന്റെ ഹൃദയം കല്ല് പോലെ, അവളുടെ ഹൃദയം കല്ല് പോലെ ഹല്ലേലൂയ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? നമ്മൾക്ക് ദൈവം ആരെന്നറിയാൻ കഴിയാതെ പോയതാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാ, ദൈവം ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, ഹല്ലേലൂയ, യേശു ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, സൃഷ്ടാവ് ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, രക്ഷിതാവ് ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, ഹല്ലേലൂയ, നീ ഒരിക്കലും ആരാധനയുടെ സമയത്തെ മാറ്റിവെക്കില്ലായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ അറിയാതെ പോയതാണ്. അഥവാ നീ അറിഞ്ഞെങ്കിലും നീ ലോകപ്രകാരം ഇതിന്റെ ഹൃദയം കല്ലുപോലെ ഇരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ദൈവത്തെ സ്തുതിപ്പാൻ പറ്റാത്തത്. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത് ശക്തമായ ദൂത്. നീ കടന്നു പോകുന്ന ശോധനകളുണ്ടല്ലോ, ഹല്ലേലൂയ, നീ കടന്നു പോകുന്ന പ്രതികൂലങ്ങളുണ്ടല്ലോ, അതിൽ നിനക്കൊരു മോചനം തരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നീ കർത്താവിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. കാരണം നിങ്ങൾ കർത്താവിന് കൊടുക്കേണ്ട സമയത്തെ നിങ്ങൾ കൊടുക്കണം. ഹല്ലേലൂയ. ദൈവം നമ്മെ നന്നായിട്ട് അറിയുന്നവനാണ്. അതുകൊണ്ടാണ് 139-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കും, ഇങ്ങനെ കാണുന്നുണ്ട്, അല്ലെ, എല്ലാം അറിയുന്ന ദൈവം. 139-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഈ വായിക്കുമ്പോൾ 139-ാം സങ്കീർത്തനം തന്നെ വായിക്കുമ്പോൾ എന്താ, എല്ലാം അറിയുന്ന ദൈവം. അല്ലേ, നിങ്ങളെ കുറിച്ച് മുഴുവൻ അറിയുന്ന ദൈവം. നിന്റെ മക്കളെ കുറിച്ച്, നിന്റെ ഭാര്യയെ കുറിച്ച്, നിന്റെ ഭർത്താവിനെ കുറിച്ച്, നിന്റെ അമ്മയെ കുറിച്ച്, അപ്പനെ കുറിച്ച്, അമ്മായിയെ കുറിച്ച്, മരുമോളെ കുറിച്ച്, ബന്ധുക്കളെ കുറിച്ച്, നിന്റെ ഹൃദയത്തെ എല്ലാം അറിയുന്ന ദൈവം. ആ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം. അതുകൊണ്ട് 139-1-ാം വാക്യം, യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. നമ്മൾ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നതും ഒക്കെ അറിയുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. എഴുന്നേൽക്കുന്ന അറിയാം, നമ്മുടെ നിരൂപണമൊക്കെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവം എന്ന് പറയാൻ, നാം മനസ്സോ വാച കർമ്മണ ചെയ്യുന്ന സകല കാര്യങ്ങളും ദൈവം മനസ്സിലാക്കും. ഹല്ലേലൂയ. എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്ന് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്നത്, ദൈവം സർവജ്ഞാനിയാണ്, സർവജ്ഞാനം കൊണ്ടാണ് അവൻ നമ്മെ സൃഷ്ടിച്ചവന്റെ സർവശക്തിയുള്ള കരത്തിന് കീഴിൽ നാം ഇരുന്നു കൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ നിരൂപണം പോലും ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവത്തെ നാം സ്തുതിക്കുന്നതിന് ആഴ്ചയിലെ ഒരു ദിവസമല്ല തിരഞ്ഞെടുക്കേണ്ടത്. കല്ലുപോലെയുള്ള ഹൃദയത്തെ മാറ്റി പാപത്തിന് പരിഹാരം നിന്ന് ശുദ്ധീകരണം വരുത്തി ദൈവത്തിന് മകനായി മകളായി നമ്മൾ മാറ്റിക്കളയുമ്പോൾ പിന്നെ നമ്മുടെ ആരാധന അഭിനയമല്ല, അനുഭവത്തിലൂടെ എല്ലാ ദിവസവും ദൈവത്തെ സ്തുതിക്കണം.
സർവജ്ഞാനിയായി ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. അപ്പൊ സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നുമായി കിടക്കുന്നു എന്ന് എബ്രായലേഖനം 4:13 നമുക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ബന്ധത്തിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യങ്ങൾ പോലും ദൈവം അറിയുന്നു. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യങ്ങൾ പോലും ദൈവം അറിയുന്നു. അതുകൊണ്ടാണ് നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു പറഞ്ഞത്. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ആരും അറിയാതെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള, ആരും കാണാതെ ആരും അറിയാതെ ആരോടും പറയാതെ നിങ്ങൾ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സകല രഹസ്യങ്ങളും നമ്മുടെ കർത്താവ് അറിയുന്നു. ഹല്ലേലൂയ. ലോകത്തെ മറച്ചുവെക്കാം, മാതാപിതാക്കളെ മറച്ചുവെക്കാം, ഭർത്താവിനെ മറച്ചുവെക്കാം, ഭാര്യയെ മറച്ചുവെക്കാം, മക്കളെ മറച്ചു പിടിക്കാം, നിയമത്തിന് മുമ്പിൽ എല്ലാം നമുക്ക് മറച്ചു പിടിക്കാം. പക്ഷെ ഈ കർത്താവിന്റെ സന്നിധിയിൽ ഒന്നും മറച്ചു പിടിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എല്ലാം ദൂരത്തു നിന്ന് അറിയുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം. ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ മാത്രമാണ് യേശു. പാപത്തിൽ വീണ് കിടന്നതിനെ വീണ്ടെടുത്തവൻ യേശു ക്രിസ്തു. അല്ലെങ്കിൽ അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചവരായ നിന്നെയും അവനോടുകൂടെ ഉയർപ്പിച്ച് ആമി സ്വർഗത്തിൽ നിന്നെ ഇരുത്തിയിരിക്കുന്നുള്ളതാണ്. അല്ലെങ്കിൽ എഫെസ്യർ 2 വായിക്കുമ്പോൾ കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ സ്വർഗീയ പദവിയിലാണെന്നുള്ള നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ആ വീണ്ടെടുപ്പിന്റെ വില മനസ്സിലാക്കിയവന്റെ ഹൃദയം കല്ലുപോലെയാകാതെ അവൻ മനസ്സിലാക്കി എടുത്തു. ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാണ് ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കണം. അതുകൊണ്ട് ചിലരെന്ത് ഒരിക്കൽ പോലും ആരാധന മുടക്കാതെ ആരാധയ്ക്ക് തന്നെ പോകും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ആരാധനയെക്കുറിച്ചും വചനത്തെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചും ഒക്കെ ചില ദൈവദാസന്മാർ ശക്തമായിട്ട് ആമേ സ്തോത്ര സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രസംഗിച്ചത് പലരും ഏറ്റെടുത്തിട്ട് പല വിമർശകരും ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. വിമർശകരെന്ന് പറയുമ്പോൾ ഹൃദയം കല്ലുപോലെയുള്ളവൻ വിമർശിക്കും. ഹല്ലേലൂയ. എന്ന കല്ലുപോലെയുള്ള ഹൃദയത്തെ മാംസമായുള്ള ഹൃദയമാക്കി മാറ്റി പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ പകർന്നു കഴിയുമ്പോൾ അവൻ വിമർശകനായി മാറത്തില്ല. അവൻ ഹല്ലേലൂയ ദൈവത്തിന് താഴ്മയുള്ളവനായി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. അവൻ ദൈവത്തിന് സന്തോഷിച്ച് ആനന്ദിക്കാൻ തുടങ്ങും. അപ്പൊ ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോകത്തിന്റെ സുഖലോലുപങ്ങളിലല്ല സന്തോഷിക്കേണ്ടത്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലും ലോക സുഖങ്ങളിലും അല്ല സന്തോഷിക്കേണ്ടത്. നമ്മെ വീണ്ടെടുത്ത കർത്താവിന്റെ വീണ്ടെടുപ്പോർത്ത്, കാൽവർ ക്രൂശിലെ കർത്താവിന്റെ യാഗമരണത്തെ ഓർത്ത്, നമുക്ക് ലഭിച്ച പാപമോചനം ഓർത്ത്, ഹല്ലേലൂയ, നമുക്ക് നൽകിയ നിത്യജീവൻ ഓർത്ത്, നമ്മുടെ കണ്ടുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, ചെവി കൊണ്ട് കേട്ടില്ല, ഹൃദയം കൊണ്ട് ആമി തോന്നിയിട്ടില്ലാത്ത നിത്യമായ രാജ്യത്തെക്കുറിച്ച്, സ്വർഗീയ പർദീസയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ എന്ത് ചെയ്യണം? എന്നും നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. നീ ദീർഘദൂര യാത്ര ചെയ്യുന്നവൻ, ദീർഘദൂര സഞ്ചരിക്കുന്നവൻ, ആമേ വളരെ കഠിന അധ്വാനി. ഹല്ലേലൂയ. പല മേഖലയിലും നീ അടുത്തറിയപ്പെടുന്നവൻ, വിദേശ രാജ്യത്ത് നീ കൂടുകൂട്ടി എവിടെ ആയിരുന്നാലും ഉന്നതമായ സ്ഥാനമാനങ്ങൾ നീ അലങ്കരിച്ച് പ്രൗഢഗംഭീരമായ ജീവിതം നയിച്ചാലും, ആഡംബര ജീവിതം നയിച്ചാലും, വലിയ വലിയ സൗധങ്ങൾ പണിതാലും, ആഡംബര കാറുകൾ നിനക്കുണ്ടെങ്കിൽ പോലും, എന്തെല്ലാം നിനക്കുണ്ടെങ്കിലും, കോടീശ്വരൻ നിന്നെ ജനം പറഞ്ഞാലും, കോടീശ്വരൻ നിന്നെ ലോകം വാഴ്ത്തിയാലും, ഹല്ലേലൂയ, നിന്റെ ഹൃദയം കല്ലുപോലെയാണെങ്കിൽ ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കണം. അതുകൊണ്ട് പ്രഭാതത്തിൽ എഴുതിട്ട് പ്രാർത്ഥിക്കാതെ അങ്ങ് പോകരുതെന്നാണ് ഞാനീ പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ അടുത്ത 5:15 മണിക്ക് യാത്ര ചെയ്യാനിരിക്കുക. ഹല്ലേലൂയ. 5:15 മെസ്സേജ് പറയുന്നത്. അപ്പൊ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്, കാരണം എനിക്ക് ഇന്നത്തെ ദിവസം രാവിലെ യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് സന്തോഷിച്ച് വചനം പറയാതെ പോകുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് നേരത്തെ പറയുന്നത്, അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടാകുന്ന കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞു, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കുവെന്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു എന്നൊക്കെ സങ്കീർത്തനം 139 വായിക്കുമ്പോൾ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഹല്ലേലൂയ ഒരാനന്ദമാണ്. ഹല്ലേലൂയ. നിങ്ങൾ 139 സങ്കീർത്തനം വായിക്കണം. ഒരു പ്രാവശ്യം വായിച്ചപ്പോൾ ആവർത്തിച്ച് വായിക്കണം. ആവർത്തിച്ച് വായിച്ച് ദൈവം നൽകിയ സന്തോഷം ഓർക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ ദൈവത്തെ സ്തുതിക്കണം എന്ന് പറഞ്ഞാൽ, നീയല്ലോ എന്റെ നീയല്ലോ എന്നെ
നീയല്ലോ എന്റെ അന്തരംഗത്തിൽ അല്ലെങ്കിൽ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു ഭയങ്കരവും അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു, അത് എന്റെ ഉള്ള നല്ലവണ്ണം അറിയുന്നു എന്ന് 139 17 13 14 വായിച്ചത്. അടുത്ത വാക്യം പറയുന്നത് എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ ആമി നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥി കൂടെ നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു എന്ന് പറഞ്ഞ് ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ടോ? എന്റെ സ്തോത്രം. ഇതെല്ലാം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. ഭക്തന്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത അനുഭവങ്ങൾ ഭക്തന് വർണ്ണിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത്ര ആവേശത്തോടു കൂടി 119 സംഗീതം ദാവീദ് എഴുതിയത്. ഹൃദയത്തിന്റെ ആവേശമായ ആ അനുഭവമാണ്. അത് നിനക്കൊരു അനുഭവം. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതി. നീ ജനിക്കുന്നതിന് മുമ്പേ, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെക്കുറിച്ചുള്ളതെല്ലാം ദൈവം വേദപുസ്തകത്തിൽ എഴുതി. ഹല്ലേലൂയ. എന്നിട്ട് സ്തോത്രം അല്ലിയ 119 23 വാക്യത്തിലേക്ക് ഒരു കാണുന്നുണ്ട്. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിലുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. താഴ്മയാ. നമുക്കൊന്ന് താഴുവാൻ കഴിയണം, താഴ്മ ധരിക്കാൻ കഴിയണം. നമ്മുടെ യേശു കർത്താവ് ഈ ഭൂമിയിൽ താഴ്ച ഭവിച്ചവനായി വന്നത്. നമ്മൾ ഒരിക്കലും നിഗളിച്ചു പോകരുത്. നിഗളികളോട് യഹോവ എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ ദൈവം കൃപ നൽകുന്നു എന്നാണ് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം വായിച്ച കാണാൻ. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. ദാവീദ് ഒരിക്കലും നിഗള ഹൃദയമുള്ളവനായി മാറാതെ താഴ്മയുള്ളവനായിരുന്നു, എളിമത്തുള്ളവനായിരുന്നു. ഹല്ലേലൂയ. അത് ദാവീദിന്റെ ജീവിതത്തെ അനുഗ്രഹമാക്കി. കല്ലുപോലെ കല്ലായ ഹൃദയമുള്ള ശൗലിന്റെ ജീവിതത്തിനകത്ത് ഒരിക്കൽ പോലും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞില്ല. തന്റെ അഭിഷേകം നഷ്ടപ്പെട്ട് വീണ്ടും ഇസ്രായേലിന്റെ രാജാവായി 40 വർഷം ശൗൽ ഉണ്ടായിരുന്നെങ്കിൽ ശൗലിന്റെ ജീവിതകാലം മുഴുവൻ ഹൃദയം കല്ലുപോലെയായിരുന്നു. അതുകൊണ്ട് ശൗലിന്റെ രാജകീയ പദവി നഷ്ടപ്പെട്ടു കഴിഞ്ഞ് ആ രാജ്യത്വം ദാവീദിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ദാവീദ് രാജസിംഹാസനത്തിൽ ഇരിക്കുമെന്നുള്ള ആ ബോധ്യം ഉണ്ടായിട്ടും ഹല്ലേലൂയ 40 ദിവസം ഇസ്രായേലത്തെ രാവും പകലും വെല്ലുവിളിച്ച് ഗോലിയാത്തിന്റെ തലയിൽ ഛേദിച്ചു കളഞ്ഞ ദാവീദ് മുമ്പിൽ നിന്നിട്ടും അല്ലെങ്കിൽ ശൗലിന് ചെയ്യാൻ കഴിയാത്ത, ശൗലിന്റെ ഫാമിലി ഹൃദയന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത ദാവീദ് എന്ന മനുഷ്യൻ ചെയ്തിട്ടും ദാവീദിനെ അംഗീകരിക്കാതെ അവനെ ചുമരിനോട് ചേർത്ത് കുത്തുവാൻ ശ്രമിക്കുക ശൗല്. എന്തുകൊണ്ടാണ്? ശൗലിന്റെ ഹൃദയം കല്ലുപോലെയായി. പിന്നത്തെ ഏത് ശൗലെന്ത് ചെയ്ത് തന്റെ തന്നെ കയ്യിലെ വാളിന്റെ മുന്നിൽ കുന്തമുനിൽ വീണ് മരിച്ചു എന്ന തുടർന്നങ്ങോട്ട് വായിച്ചു വരും കാണാൻ കഴിയുന്നുണ്ട്. അതേ സ്നേഹിത, നിന്റെ ഹൃദയം കല്ലുപോലെയാകരുത്. ഹല്ലേലൂയ. വ്യസനത്തിലുള്ള മാർഗം, ഹല്ലേലൂയ, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണേ. അതെ, നീ ഓരോ ദിവസവും നീ ചിന്തിക്കണം, വ്യസനത്തിലുള്ള മാർഗം നിനക്കുണ്ടോ എന്ന്. ഹല്ലേലൂയ. വ്യസനത്തിലുള്ള മാർഗം ഉണ്ടെങ്കിൽ മാറ്റിക്കളഞ്ഞിട്ട് പറഞ്ഞ ഈ യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം അതാണ്. ദൈവത്തിന് നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ 23-24 വാക്കുകൾ അഗ്നിജ്വാല പോലെ കണ്ണുള്ള ദൈവത്തിന്റെ മുമ്പാകെ ഭക്തന്റെ ഹൃദയത്തെ പരിശോധനയ്ക്കായി തുറന്നു വെക്കുകയാ. എന്റെ ഹൃദയം മാത്രമല്ല, ചിന്തകളെയും പരിശോധിക്കാൻ അവൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഒരു നീതിനായ കോടതിയിൽ മുഴുവൻ ഫയലുകളും പരിശോധനയ്ക്ക് ഏൽപ്പിക്കുന്നത് പോലെ ദാവീദ് തന്റെ ഹൃദയത്തെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നീതിനായ കോടതിയിലെ മുഴുവൻ ഫയലുകൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നീതിനായ കോടതിയുടെ ജഡ്ജി എന്ത് ചെയ്യാൻ ഫയലുകൾ മുഴുവൻ നിവർത്തി അതെല്ലാം സൂക്ഷ്മതയോടെ പരിശോധിക്കുന്നത് പോലെ ദാവീദും വ്യസനത്തിലുള്ള മാർഗം തന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗം നടത്താൻ വേണ്ടി തന്റെ ഹൃദയമാകുന്ന ഫയലുകൾ ദൈവത്തിന് തുറന്നു വെച്ചു കൊടുക്കുക. എന്നെ ഒന്ന് പരിശോധിക്കണമേ, നിനക്കതിന് കഴിയുമോ? എന്നൊക്കെ കഴിയണം. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വന്നാൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നീ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറും.
നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാതെ നമ്മുടെ ഹൃദയത്തിനകത്ത് സന്തോഷമുണ്ടാകുന്ന രീതിയിൽ നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. ഹൃദയത്തിൽ സന്തോഷം വരണമെങ്കിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. ചിലരിൽ സന്തോഷിക്കണം പറഞ്ഞാൽ മദ്യത്തിലും മയക്കുവിലും ലഹരിയിലും പിന്നെ ഈ പൊട്ടച്ചൊല്ലും കളിവാക്കും ഒക്കെ പറഞ്ഞ് കാണുമ്പോഴേ ചിലരൊക്കെ സന്തോഷിക്കുന്നത്. ചിലർ സിനിമയും കോമഡി സീരിയലും ഒക്കെ റിയാലിറ്റി ഷോ കാണുമ്പോഴാണ് സന്തോഷിക്കുന്നത്. ചിലരൊക്കെ അലരിയ മയക്കുവിനെ നടിച്ചു വീട് സന്തോഷിക്കുന്നത്. അങ്ങനെയൊക്കെ പലരും അലരിയ. എന്നാൽ യഥാർത്ഥ സന്തോഷം എന്താ? ദൈവത്തെ ആരാധിക്കുന്നതാണ്. ഹല്ലേലൂയ. വീണ്ടെടുപ്പിന്റെ വില മനസ്സിലാക്കി കാൽവരി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരമയാഗത്തെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കി, ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, ഹൃദയത്തിന്റെ അല്ലെങ്കിൽ ആ ക്രൂശിലെ മരണത്തിന്റെ അനുഭവം വെളിപ്പെടുമ്പോൾ നീ അഭിനയിക്കുന്നവനായി മാറാതെ ക്രൂശിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നീ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. കഷ്ടതയിലും പ്രയാസത്തിലും ദുരിതത്തിലും ദുഃഖത്തിലും സങ്കടത്തിലും നിരാശയിലും കണ്ണുനീരിലും വേദനയിലും രോഗത്തിലും കിടക്കിയിലും ഞെരുക്കങ്ങളുടെ നടുവിലും പരിഹാസങ്ങളും നിന്ദയുടെ അപമാനത്തിന്റെ നടുവിൽ ഏത് മേഖലയിലൂടെ നീ കടന്നുപോയാലും ഹല്ലേലൂയ, നിന്റെ ഹൃദയം മാംസളമായ ഹൃദയമാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, വ്യസനത്തിലുള്ള മാർഗം നിന്നിൽ ഉണ്ടോ എന്ന് നോക്കി നിന്റെ ഹൃദയ ഫയലുകൾ മുഴുവൻ തുറന്ന് യേശുവിന് വെച്ച് കൊടുത്താൽ നിന്റെ ഹൃദയത്തിൽ അവൻ സന്തോഷത്തെ കൊണ്ട് നിറയ്ക്കും, രക്തം ചെയ്യും. അപ്പൊ നമ്മൾ ദൈവമായിട്ട് അടുത്ത ബന്ധം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ നാം സ്തുതിക്കുവാനായി ഒരു രഹസ്യം ഓരോ ദിവസവും കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. ആ രഹസ്യം ഓരോ ദിവസവും നമ്മുടെ കരം പിടിച്ച് നടത്തി ലോകത്തിന്റെ അന്ത്യം വരെ സകല നാളുകൾ നമ്മെ നടത്തുന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവം ഓരോ ദിവസവും നമുക്ക് ഓരോ ദിവസവും സ്തുതിക്കാൻ വേണ്ടി ദൈവം നമുക്ക് ഓരോ രഹസ്യങ്ങളാണ് തരുന്നത്. എന്താ ഓരോ രഹസ്യം? അനുദിനം അവൻ നമ്മളെ വലം കൈ പിടിച്ച് നടത്തുന്നു. ഈ പ്രഭാതത്തിൽ ദൈവന്റെ വലകൈ വിളിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ദൈവത്തിനെ ശുശ്രൂഷിക്കുന്നത്. ദൈവന്റെ വലകൈ വിളിച്ച് തന്നെ നടത്തുന്നത് കൊണ്ടാണ് ഞാൻ ആരോഗ്യത്തോടുകൂടി എഴുന്നേറ്റത്. അത് ഓരോ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് നമ്മൾ 1 കൊരിന്ത്യർ 2:9 വായിക്കുന്നില്ലേ? ഹല്ലേലൂയ. അതേ സ്നേഹിത, നാം ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഇവിടെ റോമാലേഖനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, സ്തോത്രം, അല്ലയോ. റോമാലേഖനം 8-28 ഭാഗ്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കുമായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലെങ്കിൽ സകലവും നന്മയ്ക്കായി തീരുന്നത് ദൈവ മക്കൾക്കാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കഷ്ടതകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കഷ്ടതകളും സങ്കടങ്ങളും പരിശോധനകളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടതേ. ചിലരൊക്കെ ഓർക്കുന്ന ഈ വിശ്വാസത്തിലേക്ക് വരുവാൻ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പട്ടുമെത്തയുടെ അനുഭവമാണ്, കോടിക്കണക്കിന് രൂപ വിദേശത്തു നിന്ന് വരും. അങ്ങനെയൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എങ്ങനെയാണ് പാസ്റ്ററെ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് പണം വരാനുണ്ടോ? ഗൾഫിൽ നിന്ന്? ഞാൻ പറയണം, എനിക്ക് അമേരിക്കയിൽ നിന്ന് ഗൾഫിൽ നിന്നൊന്നും പണം വരാറില്ല. ഞാൻ അനുദിനം ജീവിക്കുന്ന ദൈവം എന്നെ നടത്തുന്നു. കല്ല് പോലെ ഉണ്ടായിരുന്ന ഹൃദയം മാറ്റി മാംസമായ ഹൃദയം തന്ന് വീണ്ടെടുപ്പിന്റെ വില ഞാൻ മനസ്സിലാക്കി, കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി, ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് അവനെ സ്തുതിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ യഹോവയുണ്ടാക്കിയ ദിവസം ഞാൻ സന്തോഷിച്ച് ആനന്ദിക്കുകയെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം എന്നെ നടത്തുന്നു പറഞ്ഞു. എന്നെ കേൾക്കുന്ന അമേരിക്കയിലെയോ ഗൾഫിലെയോ വിദേശ രാജ്യങ്ങൾ പണം കണ്ടല്ല പെന്തക്കോസ്ത് ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാനത് തരുന്നില്ല. വല്ല കാലത്തും അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ ഒരു 10,000, 3,000, 5,000 ഒക്കെ രൂപ അയച്ചു തരുന്നവരുണ്ട്. ഹല്ലേലൂയ. എനിക്കൊന്നും വർഷത്തിൽ ഒന്നുപോലും കിട്ടുന്നില്ലെന്നാണ് തോന്നുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയൊക്കെ അല്ലെങ്കിൽ പെന്തക്കോസ്ത് എന്ന് പറയുന്ന അനുഭവമാണത്. കഷ്ടതകളുണ്ട്, ചിലപ്പോൾ ദാരിദ്ര്യമുണ്ട്, കഷ്ടതകളുണ്ട്, നിരാശകളുണ്ട്, ദുഃഖങ്ങളുണ്ട്. പേഴ്സിനകത്തൊന്നും കാണത്തില്ല, അക്കൗണ്ടിലൊന്നും കാണത്തില്ല, വളരെ പ്രതിസന്ധികളുടെ കടന്നു പോകേണ്ടി വരും. പക്ഷെ അവിടെയും നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. എത്ര ആളുകളെ എനിക്കറിയാവുന്നത്. ഞാൻ ഒരുപാട് അങ്ങനെ സാഹചര്യം കടന്നു പോയിട്ടുണ്ട്, ഇപ്പോഴും കടന്നു പോകുന്നു. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ എടുത്തു പറയത്തക്ക പോലൊന്നുമില്ല. ഹല്ലേലൂയ. കർത്താവിനെ അറിഞ്ഞത് അവൻ കഷ്ടതയിലൂടെ അവനെ ആരാധിക്കാനാണ്. കഷ്ടത വരുമ്പോൾ, സങ്കടം വരും, ദുഃഖം വരും, നിന്ദ വരും, ദാരിദ്ര്യം വരുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയം കല്ലുപോലെയാകാതെ
അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തോട് ചേർന്നിരിക്കണം. പ്രൈസ്. അതുകൊണ്ടാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തന്നെ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടിയായിരിക്കുന്നു. അതുകൊണ്ട് കഷ്ടതകൾ അല്ലെങ്കിൽ നേരിടുമ്പോൾ അവൻ കൂടുതൽ പ്രയോജനമുള്ളവനായി തീരുവാൻ കാരണമാകും. കഷ്ടതകൾ കൂടുതൽ വരുമ്പോൾ നമ്മൾ ദൈവത്തെ കൂടുതൽ സ്തുതിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, സ്തോത്രം. പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അവൻ ഇയ്യോബിനെ പോലെ ദൈവകരങ്ങളിൽ തന്നെ ആശ്രയിക്കുവാൻ തുടങ്ങും. അല്ലെ, കഷ്ടതകൾ കൂടുമ്പോൾ, പ്രതിസന്ധി കൂടുമ്പോൾ ഇയ്യോബ് ദൈവകരങ്ങൾ ആശ്രയിച്ചതുപോലെ നമ്മളും ദൈവകരങ്ങൾ ആശ്രയിക്കണം. ഹല്ലേലൂയ. നമുക്ക് ഈ എല്ലാ ദിവസവും അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ദിവസം പോലും ഹോട്ടലിൽ വരുത്തി കഴിക്കാൻ എനിക്കറിയത്തില്ല. അതിനുള്ള പണമില്ല. അതാണ് വിഷയം. ഈ ചെല്ലുകാലത്തില് വീട്ടിലാഹാരം ഉണ്ടാക്കത്തില്ല, എല്ലാം ഓർഡർ ചെയ്യുക. ഓർഡർ ചെയ്താൽ അപ്പം തന്നെ വീട്ടിൽ കുഴിമന്തി, അൽഫാം തുടങ്ങി എന്ന് വേണ്ട എല്ലാത്തിനും വേറെ രീതിയിൽ അങ്ങനെയുള്ളതെല്ലാം വീട്ടിലെത്തി എന്നും അടിച്ചു പൊളിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ക്രിസ്ത്യൻ ജീവിതം അതല്ല കേട്ടോ. ക്രിസ്ത്യൻ ജീവിതം ക്രിസ്തുവിനോട് കഷ്ടം സഹിക്കുന്നതാണ്. ക്രിസ്തുവിനോടൊപ്പം കഷ്ടം സഹിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതാണ്, ദൈവത്തെ മഹത്വപ്പെടുന്നതാണ്. ഇന്ന് തന്ന ദിവസത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കണം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് എപ്പോഴെങ്കിലും എഴുന്നേറ്റ് വരുന്നതല്ല. കാരണം ചിലരൊക്കെ രാത്രി കിടക്കുന്ന 2 മണിക്ക് 3 മണിക്ക് ഈ മൊബൈൽ തോട്ടെല്ലാം കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കുന്നത് എപ്പോഴാണ്? ലരിയ വെളുപ്പിനെ 8 മണിക്ക് 9 മണിക്ക്. ചിലരൊക്കെ ജോലിക്ക് പോകാൻ എഴുന്നേറ്റ് പെട്ടെന്ന് വലം തിരിച്ച് തിരകി അങ്ങ് പോകുന്നവരുണ്ട്. ലരിയ അതല്ല ക്രൈസ്തവ ജീവിതം, അതല്ല ആരാധന അനുഭവം. അതല്ല രാവിലെ എഴുന്നേറ്റ് നീ ഇതിന്റെ ജീവിതം തുടക്കം കുറിക്കുമ്പോൾ, പ്രഭാതത്തിൽ കണ്ണു ചിമ്മി എഴുന്നേറ്റ് ജീവിതം തുടക്കം കുറിക്കുമ്പോൾ ആ തുടക്കം മുതൽ നീ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അതാണ് ദൈവത്തെ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ആകിയാൽ അത്തിമരം തളുക്കാതെ പോയാലും മുന്തിരിച്ചെടി ഫലം നൽകാതെ പോയാലും ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ സ്തുതിക്കണമെന്നാണ് നമ്മൾ. ഹല്ലേലൂയ. സ്തോത്രം. ഹബക്കൂക്കിന്റെ പുസ്തകം വായിക്കുമ്പോൾ 3-ാം അധ്യായം ഹല്ലേലൂയ 3-17-18 വാക്യം വായിക്കേണ്ട. അത്തിവൃക്ഷം തളർക്കില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകില്ല, ഒലിവൃക്ഷത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തുകളിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കട്ടോ. അല്ലയ്യ, എല്ലാം നഷ്ടപ്പെട്ടാലും ഒന്നുമില്ലെങ്കിലും ഹബക്കൂക്ക് പറയാണ്, ഞാൻ യഹോവയുടെ നാമത്തിൽ അല്ലെങ്കിൽ യഹോവയിൽ ആനന്ദിക്കും, രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. അതെ, ഒന്നുമില്ലെങ്കിലും അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കണം. അല്ലെങ്കിൽ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കുന്ന ഈ ഭക്തൻ ദാവീദ് വീണ്ടും പറയുക. 34-ാം സങ്കീർത്തനം. അപ്പൊ ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തി. നിങ്ങൾ നോക്കി, കാരാഗ്രഹത്തിനകത്ത് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന സമയത്തും പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു എന്നുള്ളത് അപ്പോസ്തലപ്രവൃത്തി 16-25 വായിക്കുന്നുണ്ട്. കാരാഗ്രഹത്തില വേദനയാ, സങ്കടത്തെ, ദുഃഖത്തില, പുറലോകം കാണാൻ പറ്റത്തില്ല. പക്ഷെ അവരുടെ ഹൃദയത്തിനകത്ത് ഈ യഹോവയുണ്ടാക്കിയ ദിവസം കാരാഗ്രഹത്തിൽ വെച്ച് അവർ പറഞ്ഞു കാണും, ഈ കാരാഗ്രഹം യഹോവയുണ്ടാക്കിയ ദിവസമാ, ഇന്ന് താൻ സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് പൗലോസും ശീലാസും പറഞ്ഞ കാരാഗ്രഹത്തിന്റെ അനുഭവത്തെ നോക്കി ശപിക്കാതെ, ശാപവാക്കൾ വിളിച്ചു പറയാതെ അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുരുങ്ങി. പൗലോസിന്റെ ശീലാസിന്റെ തടപുള്ളികളിലെല്ലാം കൈവിലുള്ള ചങ്ങല കഴിഞ്ഞു വീണു. അല്ലേരിയ തന്മുഖാന്തരം സംഭവിച്ചത് കാരാഗ്രഹ പ്രമാണി കുടുംബവും മാനസാന്തരപ്പെട്ടു. ആരാധന എന്താണ്, ആരെ സ്തുതിക്കണം, ആരെ മഹത്വപ്പെടുത്തണം, എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളത് കാരാഗ്രഹ പ്രമാണിക്ക് മനസ്സിലായി. കല്ലുപോലെയുള്ള ഹൃദയം മാറ്റി മാംസമായ ഹൃദയം കാരാഗ്രഹ പ്രമാണിക്കും കുടുംബത്തിനും കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പൗലോസും ശീലാസും കാരാഗ്രഹത്തിലെത്തേണ്ടി വന്നു. കാരാഗ്രഹത്തിലെത്തി അവർ ദൈവത്തെ സ്തുതിച്ചത്. അതാ ഭക്തന്റെ ജീവിതാനുഭവം, ആത്മീയ അനുഭവം. അതാ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ വായിച്ച് 118-ാം സംഗീതം 24-ാം വാക്യമാണല്ലോ, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് സന്തോഷിച്ച് ആനന്ദിക്കുക. അതേ സ്ലോവായി ദൈവത്തിന് മഹത്വം കൊടുക്കണം. എന്റെ കഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും കണ്ണീരും എല്ലാം മാറും. പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുക. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യുവനത്തിലും വാർത്തയാജ് ഓപ്പണം ചോട്ടലും തടവറയിലായി സകല ജനത്തെ രാജ്യരാഷ്ട്രത്തിലും ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾ കുടിയിലോട്ട് കോട്ടാരുതേരെ പാർക്കുന്ന എല്ലാ ജനതയും കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളും നടിയിലും
ദൈവത്തെ സ്തുതിക്കുന്ന ഒരു തലമുറ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന് മധ്യത്തിൽ മൈക്കുലഹരിക്ക് അടിപ്പെട്ട് ലോകത്തെ സൂര്യന്റെ കർത്താവ് ഇവിടുത്തെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ജീവിച്ച് ജീവിതം നഷ്ടമാക്കി കളയാതെ ഓരോ ദിവസവും യഹോവയുണ്ടതൊക്കെയാണ്. അത് സന്തോഷിച്ച് ആനന്ദ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ എല്ലാ ജനത്തെ ഒരുക്കണമേ. സകല മഹത്വം എടുക്കണം യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.